CUCET എന്ന വൻമരം വീണു. അടുത്തതാര്? CUCETയുടെ വീഴ്ചയും അതുപോലെ തന്നെ അടുത്തതാര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരവായിട്ട് UGC ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ഇനി തൊട്ട് CUCET ഇല്ല, പക്ഷേ പകരമുള്ളത് CUET ആണ്. CUCET സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റിന് പകരം ഇനി മുതൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അഥവാ CUET ആയിരിക്കും. ഒരു വിദ്യാർത്ഥി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന പരീക്ഷ ഇനി മുതൽ CUET ആണ്. സത്യം പറയുകയാണെങ്കിൽ CUCET ഒരു വൻമരമായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. പക്ഷെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, CUET എന്നുള്ളത് ഒരു വലിയ മരം തന്നെയാണ്. CUCETയും അതുപോലെ CUETയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, സാമ്യതകൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അതിൽ ആദ്യമായി പറയാനുള്ളത്, ഇതുവരെ നടന്ന CUCETകളിൽ എല്ലാ വട്ടവും ഒരു 20-ൽ താഴെ മാത്രം വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ സഹായിക്കുന്ന ഒരു പരീക്ഷയായിരുന്നു CUCET. അതേ സ്ഥാനത്ത് CUETയിലൂടെ അഡ്മിഷൻ എടുക്കുന്നത് 40-ലേറെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, കൃത്യമായി പറയുകയാണെങ്കിൽ 45ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അതിനു പുറമെ സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്കും ഈ ഒരു പരീക്ഷയിലൂടെ തങ്ങളുടെ സ്റ്റുഡൻസിന് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ UGC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ CUCETയിലൂടെ 20-ൽ താഴെ യൂണിവേഴ്സിറ്റികളുള്ളപ്പം CUETയിലൂടെ നമുക്ക് അഡ്മിഷൻ ലഭ്യമാവുന്നത് 50-ലേറെ യൂണിവേഴ്സിറ്റികളിലേക്കാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, CUCET എന്നുള്ളത് വളരെ ചുരുക്കം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ നേടുന്നതിനായിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു. മുൻപ് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും കൂടെ ഒരൊറ്റ പരീക്ഷ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വേറെ പരീക്ഷ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് വേറെ പരീക്ഷ, JNUയിലേക്ക് വേറെ പരീക്ഷ, ഇതല്ലാതെ വേറെ കുറച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രം അഡ്മിഷൻ നടത്താനായിട്ട് നടത്തിയിരുന്ന ഒരു എക്സാം മാത്രമാണ് CUCET. നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ ഒരുപാട് എൻട്രൻസുകളും ആ എൻട്രൻസിനൊക്കെ ഒരു ഫീസും ഉണ്ട്. ഇതെല്ലാം പേ ചെയ്യേണ്ട ഒരു ബാധ്യത ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ CUET വരുന്നതോടുകൂടി ഒരൊറ്റ എക്സാമിലൂടെയാണ് ഇന്ത്യയിലെമ്പാടുമുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക്, അതുപോലെ തന്നെ CUET ഓപ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് അതുപോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കും ഉള്ള ഒരൊറ്റ എക്സാം ഈ CUET ആയിരിക്കും. CUCETയിൽ ഒരുപാട് എൻട്രൻസും ഒരുപാട് ഫീസും ആയിരുന്നെങ്കിൽ CUETയിൽ ഒരൊറ്റ ടെസ്റ്റും ഒരൊറ്റ ആപ്ലിക്കേഷനും ഒരൊറ്റ ഫീയും മാത്രം നിങ്ങൾ അടച്ചാൽ മതി. മൂന്നാമതായിട്ട് പറയാനുള്ളത്, നമ്മൾ മലയാളികളെ എല്ലാം സംബന്ധിച്ച് വളരെ വലിയൊരു മാറ്റമാണ്. മറ്റൊന്നുമല്ല, മുമ്പ് CUCET നമുക്ക് എഴുതാൻ കിട്ടിയിരുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമായിരുന്നു. അതായത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അറിയില്ലെങ്കിൽ, നിർബന്ധമായി പറയേണ്ട ഒരു കാര്യം ഇവിടെ, നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റുമായിരുന്നുള്ളൂ. ആ രീതി മാറുകയാണ്. CUETയിൽ നമുക്ക് 13ഓളം വരുന്ന ലാംഗ്വേജസ്, അവർ കൊടുത്തിട്ടുള്ള 13ഓളം ലാംഗ്വേജസിൽ നമുക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ ആ ഒരു ഫീസിലെ റിഡക്ഷൻ, ഒരൊറ്റ ഫീ വരുന്നതും ഇതുപോലെ ഒരു ലാംഗ്വേജ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജ്, അതിൽ മലയാളം ഇംഗ്ലീഷും എല്ലാം വരുന്നുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്നെടുത്ത് നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്നതും, ഈ രണ്ട് ഫീച്ചേഴ്സും സാമ്പത്തികമായും സാമൂഹികപരമായും പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വലിയ സഹായമാവും. നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ടെസ്റ്റിന്റെ രീതിയെ പറ്റിയാണ്. മുമ്പ് ഒരു പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് ആയിരുന്നു CUCET. പക്ഷേ CUET ഒരു CBT ആണ്, അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. ഇതൊക്കെ CUCETയും അതുപോലെ തന്നെ CUETയും സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റും അതുപോലെ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ മാത്രമാണ്. ഇതല്ലാതെ CUET മുന്നോട്ട് വെക്കുന്ന, CUET അഡ്മിഷനായിട്ട് കൊണ്ടുവരുന്ന വേറൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, +2 ബോർഡ് എക്സാം മാർക്സ് കൊണ്ട് നമ്മൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയിലും, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും നമുക്ക് അഡ്മിഷൻ ഇനി ഒരു UG കോഴ്സിൽ ലഭിക്കുകയില്ല. എല്ലാ UG കോഴ്സിലേക്കുള്ള 45ഓളം വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എല്ലാവിധ UG അഡ്മിഷനും ഇനി തൊട്ട് CUET വഴി മാത്രമായിരിക്കും നടക്കുക. UGC ചെയർപേഴ്സൺ ആയിട്ടുള്ള M ജഗദീഷ് കുമാർ ഇത് കൃത്യമായി പറയുന്നുമുണ്ട്. PG കോഴ്സുകളിൽ കുറെ കൂടെ യൂണിവേഴ്സിറ്റികൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുമെന്നും, എന്നാൽ UG കോഴ്സുകൾ വരുമ്പോഴത്തേക്ക് എല്ലാം തന്നെ CUCETയിലൂടെ മാത്രം, എല്ലാ യൂണിവേഴ്സിറ്റികളും CUCETയിലൂടെ മാത്രം അഡ്മിഷൻ നടത്തുക എന്നുള്ളത് കൃത്യമായി മാൻഡേറ്ററി ആയിട്ട് ജഗദീഷ് കുമാർ പറയുന്നുണ്ട്. സോ നമ്മളുടെ മുന്നിൽ ഇപ്പോഴുള്ള CUET 45-ലേറെ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻ, അതിനു പുറമെ ഇംഗ്ലീഷിൽ മാത്രമല്ല നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ നമുക്ക് ഒരു എൻട്രൻസ് എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റുക, അതിനു പുറമെ ഒരൊറ്റ ടെസ്റ്റിലൂടെ, ഒരൊറ്റ ആപ്ലിക്കേഷനിലൂടെ ഇന്ത്യയിലെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് ഒരു അഡ്മിഷൻ നേടുക. പിന്നെ ഞാൻ നേരത്തെ എടുത്തു പറഞ്ഞ അതുപോലെ തന്നെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, +2 ബോർഡ് മാർക്സ് എവിടെയും തന്നെ നമുക്ക് നമ്മളുടെ എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി ആയിട്ട് മാത്രമേ +2 ബോർഡ് മാർക്സ് നമുക്ക്
ഒരു എലിജിബിലിറ്റി ആയിട്ട് മാത്രമേ വരുന്നുള്ളൂ. CUET അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് CUET എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60% മാർക്ക് നിങ്ങൾ പഠിച്ച ബോർഡിൽ, നിങ്ങൾ പഠിച്ച സ്ട്രീമിൽ നിങ്ങൾക്ക് വേണം. ആ ഒരു നിർബന്ധം മാത്രമേ വരുന്നുള്ളൂ. അത് എല്ലാവരും എക്സാമിനും വരുന്നതാണ്. അതിന് പുറമെ +2 ബോർഡ് മാർക്സിന് നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിൽ പ്രത്യേകിച്ച് ഒരു റോളും തന്നെ ഇല്ലാതാവുകയാണ്. അതുപോലെ തന്നെ UGCയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള M ജഗദീഷ് കുമാറും ഈ ഒരു ഇന്റർവ്യൂവിൽ ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ CUCET CUET ആയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ ഗൂഗിൾ ചെയ്യുമ്പോഴും യൂട്യൂബ് ചെയ്യുമ്പോഴും എല്ലാം CUET എന്ന് അടിച്ചു കൊടുക്കുക, അഥവാ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇനി തൊട്ട് CUCET ഉണ്ടായിരിക്കുന്നതല്ല. CUCET എന്നുള്ളൊരു ഫോർമാറ്റ് അല്ലെ CUCET എന്നുള്ള ഒരു എക്സാം തന്നെ ഇനി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എല്ലാവരും തന്നെ CUCET വിട്ടിട്ട് എത്രയും പെട്ടെന്ന് CUETയിലേക്ക് പോന്നോട്ടെ. ഞാൻ ചെയ്തിട്ടുള്ള മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ +2 ബോർഡ് എക്സാം മാർക്സിനെ പറ്റിയെല്ലാം ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ മലയാളികൾക്ക് പൊതുവേ വരുന്ന ഒരു ചീത്തപ്പേരെന്ന് പറഞ്ഞിട്ട് ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം പുറത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളെപ്പറ്റി അവർ പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടുന്നത്, എസ്പെഷ്യലി ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ +2 ബോർഡ് എക്സാം മാർക്സ് വെച്ചിട്ടാണ് നമ്മൾ അഡ്മിഷൻ നേടുന്നത്. സോ നമ്മുടെ മാർക്സ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, നമ്മളുടെ ബോർഡ് നമുക്ക് വാരിക്കോരി തരുന്ന മാർക്സ് ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു മാർക്കിന്റെ ബലത്തിൽ മാത്രമാണ് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ, ഡൽഹി യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്ന എന്നുള്ള ഒരു അപവാദം പ്രചരിക്കപ്പെടുന്നുണ്ട്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അതൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിലൊരു സത്യമുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാം, പക്ഷെ അതിൽ യാതൊരു വിധ രീതിയിലുള്ള സത്യം എന്നുള്ള ഒരു എലമെന്റ് അതിലില്ല. കാരണം എൻട്രൻസ് എഴുതി കയറുന്ന യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരു കൂട്ടർ മലയാളികളാണ്. അപ്പോൾ നമ്മുടെ ക്വാളിറ്റിയിൽ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഇനി പോരാത്തതിന് +2 ബോർഡ് എക്സാം മാർക്സിന്റെ പുറത്താണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ പോലും എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ്, എന്തോരം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ +2 ബോർഡ് എക്സാം മാർക്സ് കിട്ടുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഏതായാലും നമ്മൾ മലയാളികൾക്ക് ഈ ഒരു അവസരം വരികയാണ്. എന്തിനെന്നല്ലേ, നമ്മൾക്ക് എല്ലാവരെയും കാണിച്ചു കൊടുക്കാൻ. നമ്മൾ ഈ ബോർഡ് എക്സാമിന്റെ മാർക്ക് വാങ്ങുന്നത് ചുമ്മാ അല്ല. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതൊരു എൻട്രൻസും പുഷ്പം പോലെ ക്ലിയർ ചെയ്യാനും സാധിക്കും. അങ്ങനെ CUET ക്ലിയർ ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കൃത്യമായ പ്രിപ്പറേഷനാണ്. ഈ പ്രിപ്പറേഷൻ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് Prepwise. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ ആഗ്രഹമുള്ള ഏതൊരു വിദ്യാർത്ഥിയെയും അവരുടെ ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ എത്തിക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ട വിദ്യാഭ്യാസം നേടാൻ അവരെ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് Prepwiseന്റെ ഉദ്ദേശം. ഇതിനായിട്ട് Prepwise സ്റ്റുഡൻസിന് ക്ലാസ്സസ്, വാല്യൂ ആഡഡ് നോട്ട്സ്, മോക്ക് ടെസ്റ്റ്, ടോപ്പിക് ടെസ്റ്റ്, ഇങ്ങനെ പല രീതിയിൽ മെന്റർഷിപ്പും എല്ലാമായി സഹായിക്കുന്നുണ്ട്. അപ്പോൾ മലയാളി എന്ന അഭിമാനത്തോടു കൂടി ഞാൻ പറയും, Prepwiseന്റെ സഹായത്തോടെ മുമ്പത്തെക്കാളും മലയാളികൾ ഈ വട്ടം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ ഒരു CUETയിലൂടെ എത്തുക തന്നെ ചെയ്യും. ഏതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എടുത്താലും അവിടെ എല്ലാം തന്നെ മലയാളികളുടെ ആറാട്ടായിരിക്കും. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് മുമ്പത്തെക്കാളും മലയാളികളെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാനുള്ള ഒരു വലിയ അവസരം തന്നെയാണ് ഈ CUET ഒരുക്കി തരുന്നത്. നിങ്ങൾ ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. കാരണം ഇനി അധികം സമയമില്ല. ആപ്ലിക്കേഷൻ വരിക April 1st വീക്ക് ആണ്, എക്സാം നടക്കുക July 1st വീക്ക് ആണ്. സോ എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുക. ഇനിയും CUETയുടെ ഒരുപാട് വീഡിയോസ്, ഏതൊരു അപ്ഡേറ്റ് വന്നാലും എത്രയും പെട്ടെന്ന്, എത്രയും കൃത്യമായിട്ടുള്ള ന്യൂസ് ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ചാമ്പിക്കോ. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET വീഡിയോസുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും. അണ്ടിൽ ദെൻ, പീസ് ഔട്ട്.